വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. ക്രിസ്മസ് എക്സാം ഒക്കെയാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. മാത്സ് പരീക്ഷയാണ് ഇനി വരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണല്ലേ. ചിലവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് മുന്നേ മിസ് പറയട്ടാ, നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാം വരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആനുവൽ എക്സാം ആണ് വരാൻ പോകുന്നത്. നേരെ ആനുവൽ എക്സാം ആയിരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആനുവൽ എക്സാം എത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോടാ, നമ്മൾ റിവൈസ് ചെയ്യണം അല്ലേ. നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ റിവൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് ഒരു പ്രാണ എൻഡ് ഗെയിം എന്ന് പറഞ്ഞൊരു അടിപൊളി ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വെറും 899 റുപ്പീസിലാണ് ക്രിസ്മസ് ഓഫർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ച് നൽകുന്നത്. അപ്പൊ എത്രയും വേഗം എല്ലാവരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് എക്സാമിനുള്ള റിവിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് ആനുവൽ എക്സാമിനും കൂടി നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രധാന ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ. പാറ്റേൺ നിർമ്മിക്കുന്നതിനുള്ള സംഖ്യാ കാർഡുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. മക്കളെ, പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് പാറ്റേൺ സംബന്ധമായ ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതാ കുറച്ച് സംഖ്യാ കാർഡുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് കാർഡുകൾ നോക്കാല്ലേ. 52 ഉണ്ട്, 100, 416, 60, 15, 800, 200, 30, 400, 240, 208, 120, 104 എന്നീ പറഞ്ഞ കുറച്ച് സംഖ്യാ കാർഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. കാർഡുകളിലെ സംഖ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാറ്റേൺ നോക്കൂ. തുടർന്ന് വരുന്ന രണ്ട് സംഖ്യകൾ എഴുതൂലേ. 15, 30, 60 എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഖ്യകൾ പോകുന്നത്. നമ്മളൊക്കെ എന്താണ്, ഗുണിക്കാൻ അറിയുന്നവരാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയുന്നവരാണ്. അപ്പൊ 15, 30 ആവാൻ എന്താണ് നമ്മൾ ചെയ്യാ? അതേ 15നോട് എന്താണ് ചെയ്യേണ്ടത്? 15നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 2 ചെയ്യുംല്ലേ. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 30 കിട്ടും. 30നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴോ 60 കിട്ടും. അങ്ങനെയെങ്കിൽ 60നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? 60 ഇൻറ്റു 2 ചെയ്യണം അല്ലേ. 60 ഇൻറ്റു 2 ചെയ്തിട്ട് ആ ഒരു ഉത്തരം സംഖ്യാ കാർഡിലും കൂടെ ഉണ്ടാവണം കേട്ടോ. അത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ 2 ഗുണം 0 എന്ന് പറയുന്നത് 0 ആണ്. 2 ഗുണം 6, 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12 ആണ്. 120 നമ്മുടെ സംഖ്യാ കാർഡിലുണ്ടല്ലോ. അപ്പൊ 120 ആണ് അടുത്ത സംഖ്യ. ഇനി 120നെ നമ്മൾ എന്ത് ചെയ്യണം? അതെ, 120നെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 ഇൻറ്റു 0, 2 ഗുണം 0 എന്ന് പറയുന്നത് 0 ആണ്. 2 ഗുണം 2 എന്ന് പറയുന്നത് 4 ആണ്. 2 ഗുണം 1 240 ആണ്. 240 നമ്മുടെ ഈ ഒരു സംഖ്യാ കാർഡിലുണ്ട്. 240 ഉണ്ട്. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 240 ആണ്. ബി ചോദ്യം എന്താ നോക്കിക്കേ. ഈ പാറ്റേണിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക. എന്താണ്? ഇരട്ടിയാണ് അല്ലെ. നമ്മള് മൾട്ടിപ്ലൈഡ് ബൈ 2 ആണ് ചെയ്തിട്ടത്. ഇരട്ടി കണ്ടു. ഓരോ സംഖ്യയുടെയും ഇരട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇൻറ്റു 2 നമ്മൾ ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.